Good evening, guys. Welcome to a new vlog. Advance Merry Christmas, everybody. നമ്മൾ ക്രിസ്മസ് ആയിട്ട് നാളെ രാവിലെ ആലപ്പുഴയിലോട്ട് പോകണം. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഫിഷിംഗ് വീഡിയോ ഇട്ടത് നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് എടുത്തത്. സോ എൻ്റെ കുഞ്ഞാഞ്ഞയുടെ വീട്ടിലോട്ട് പോകണം. സോ നാളെ ഫിഷിങ്ങിൻ്റെ പാർട്ട് 2 അതുപോലെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ജിമ്മിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കോണം. സോ ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. അതുപോലെ തന്നെ ജിമ്മിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. സോ അത് പങ്കെടുത്തിട്ട് ലൈക്ക് ചെസ്റ്റ് ഡേ അടിച്ചിട്ട് നേരത്തെ വീട്ടിൽ വരണം. കുറച്ച് കാര്യങ്ങൾ നാളത്തേക്ക് പാക്ക് ചെയ്യാനുണ്ട്. എൻ്റെ എന്താ പറയുക, ചെറിയ ജിം എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. സോ ബേസിക്കലി ഇപ്പോൾ ആലപ്പുഴയിൽ 2-3 ദിവസം നിൽക്കുവാണെങ്കിൽ എനിക്കവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല മറ്റന്നാൾ നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള റിലേറ്റീവ്സും എല്ലാവരും വരുന്നതായിരിക്കും. സോ നല്ല ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സും അവിടെ കാണും. സോ ഇറ്റ് ഈസ് ഗോയിൻ ടു ബി ഫൺ. അപ്പോൾ മാക്സിമം ഞാൻ അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് എൻ്റെ വർക്കൗട്ടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ ചെന്നിട്ട് കാണാം. സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ ജിമ്മിൽ വന്നിട്ട് നമ്മുടെ വർക്കൗട്ട് റൂട്ടീൻ തുടങ്ങി. സോ പുഷ് വർക്കൗട്ട് ആയിരുന്നു. ഞാൻ പുഷ് വർക്കൗട്ടിന് മുമ്പുള്ള വാമ്പ് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ ജോയിൻസും അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മസിൽസും വാമപ്പ് ചെയ്യുക. സോ ബേസിക്കലി പുഷ് വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്, നമ്മുടെ എൽബോ, റിസ്റ്റ്, അതുപോലെ തന്നെ ട്രാപ്സിൻ്റെ മസിൽസ്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെസ്റ്റ്, ട്രൈസെപ്സ്, അതുപോലെ തന്നെ എന്താ പറയുക ഷോൾഡേഴ്സ് ചെറിയ രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് തുടങ്ങുക. സോ മെയിൻ 3 മൂവ്മെൻറ്റ്സ് ആണ്. ട്രൈസെപ്സിന് ഞാൻ ഒരു മൂവ്മെൻറ്റേ ചെയ്യുള്ളൂ. ട്രൈസെപ്പ് പുഷ് ഡൗൺ, നോർമൽ റോപ്പ് പുഷ് ഡൗൺ ആണ്. ഷോൾഡറിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഷോൾഡറിനെ ഞാൻ ലാറ്റർ റൈസ് ആണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ കേബിളിലാണ് ചെയ്യുന്നത്. ബട്ട് സം ടൈംസ് ഐ ഡു യൂസ് ഡംബിൾസ്. ഡംബിൾസിനാണെങ്കിൽ കൂടുതലും ഫോമിലാണ് ഞാൻ ലൈക്ക് പോയിന്റ് കൂടുതൽ കൊടുക്കുന്നത്. ആൻഡ് സംടൈംസ് ഐ ഗോ റിയലി ഹെവി. ഇനി ചെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെസ്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വർക്കൗട്ട്. ബട്ട് ഞാൻ 2 മൂവ്മെൻറ്റ്സ് ആണ് ചെയ്തത്. ഒന്ന് എൻ്റെ ഡിക്ലൈൻ ചെസ്റ്റിന്, അതായത് നമ്മുടെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിക്ലൈൻ ഫ്ലൈസും, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പർ ചെസ്റ്റിന് വേണ്ടി ഒരു മെഷീൻ പ്രസ്സുമാണ് ചെയ്തത്, ലൈക്ക് ഇൻക്ലൈൻ മെഷീൻ പ്രസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യണമായിരുന്നു. ആപ്സിൻ്റെ വർക്കൗട്ട് കുറേ നാളായി ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു റോപ്പ് ക്രഞ്ചാണ് ചെയ്തത്. സോ ഞാൻ ബേസിക്കലി ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോഴും വെയ്റ്റഡ് വർക്കൗട്ട്സാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ ബോഡി വെയ്റ്റ് എക്സസൈസ് വളരെ റെയർലിയാണ് ചെയ്യുന്നത്. ആലപ്പുഴ ചെന്നപ്പോഴത്തേക്ക് ക്രിസ്മസ് ആയതിനെ കൊണ്ട് അനിയത്തിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം. സോ അവൾ ലൈക്ക് പ്രോപ്പറായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കും. സോ എനിക്ക് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ്. സോ ഐ ചോസ് ബ്ലാക്ക് ഫോറസ്റ്റ്. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. സോ ബേസിക്കലി മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മൈദ, കൊക്കോ പൗഡർ, അതുപോലെ കോൺഫ്ലോർ ആണ്. പിന്നെ അതിൻ്റെ അകത്ത് എഗ്സും ഇട്ട് ബീറ്റ് ചെയ്തൊരു കേക്കിൻ്റെ ബാറ്റർ ആക്കും. അതിനകത്ത് കുറച്ച് ഷുഗർ പൗഡർ ഇടും. എന്നിട്ട് കുറച്ച് ഷുഗർ പൗഡർ അത് സിറപ്പാക്കാൻ മാറ്റി വയ്ക്കും. എന്നിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് ഷേപ്പാക്കി എടുക്കും. അതായത് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കും. എന്നിട്ട് അതിനകത്ത് ലൈക്ക് ടോപ്പിങ്സ് ആയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ക്രഷ് ചെയ്ത് ടോപ്പിങ്സ് ആയിട്ട് ഇടും. എന്തായാലും ഈ ഒരു കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കിയായിരുന്നു, ഷുഗർ കുറച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് ഫിഷിംഗ് പാർട്ട് 2 പോയിട്ട് വരാം. ഗൈസ്, മീൻ പിടിക്കുകയാണ്.
സിറ്റുവേഷൻ ആരുടെ സിറ്റുവേഷൻ? ചിഞ്ചുവിന്റെ കാലിൽ എന്തോ കൊണ്ട്. ലുക്ക് അറ്റ് ദ ക്യാമറ. അന്ന് ഞാൻ ആവുന്ന എല്ലാം ശ്രമിച്ചു നോക്കി. ഒരു മിനിമം ഒരു 2-2.5 മണിക്കൂർ മീൻ പിടിക്കാൻ നിന്ന്. പക്ഷേ നല്ല ശോകമായിരുന്നു. കാരണം അന്ന് സമയം നല്ല വൈകിട്ടായതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല. കുറേ നേരം നിന്നിട്ടും ലൈക്ക് എനിക്ക് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഹൊറിസോണ്ടൽ അടി ലാൻഡ്സ്കേപ്പ് എവിടെ അങ്ങോട്ട് ഓക്കെ. ഇനി എന്നെ കൂടെ എടുക്കാം. അല്ല ഹൊറിസോണ്ടലാണ് എനിക്ക് യൂട്യൂബിലാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്നലെ മീനെ പിടിച്ച സമയത്ത് അധികം കിട്ടിയില്ലായിരുന്നു. ഇന്നിപ്പോൾ പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയായതുകൊണ്ട് മീനെ കിട്ടാൻ പാടാണ്. എന്തൊക്കെയായാലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മീനെ കിട്ടിയതിനെ ഞാൻ കാണിച്ചു തരാം. ഒരു മീൻ വേണ്ട, ഇതിനെയാണ് കിട്ടിയത്. വരാലിലേക്ക് കിട്ടി. അപ്പോൾ ആ മീനെ പിടിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇന്നലെ മീനെ പിടിച്ചായിരുന്നു. ഇപ്പം വീണ്ടും മീനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകും. ഇവിടെ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. ജിം അടച്ചിട്ടിരുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട്. ഇവിടെ ക്രിസ്മസ് ഭയങ്കര സെലിബ്രേഷനാണ്. സോ ജിം അടച്ചിട്ടിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും. എനിക്ക് ചെറിയ മറ്റന്നാൾ ട്രിവാൻഡ്രത്തൊക്കെ പോകേണ്ട ഒരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നേനെ 2-3 ദിവസം മീനെ പിടിച്ചോണ്ട്. ബട്ട് എനിവേസ് ചെമ്പല്ലി പിടിച്ചിരിക്കുന്നു. ഇത്രയും ചെറിയ ചെമ്പല്ലി ആണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ വൈസ്?